എല്ലാവർക്കും ശരത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ബ്രൗസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ ഇൻകോഗ്നിറ്റോ മോഡിലേക്ക് നമ്മൾ പോകും. അതിനുശേഷം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് ക്ലോസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് ശരിക്കും സേഫ് ആണോ? അതായത് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% പ്രൈവറ്റ് ആണോ? അതായത് മറ്റുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കില്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം, അതായത് ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ആദ്യമായിട്ട് വന്നത് ഏത് ബ്രൗസറിലാണ്? ആദ്യമായിട്ട് കണ്ടുപിടിച്ച കമ്പനി ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ആയിട്ട് നിങ്ങൾ ഏതൊരു കാര്യവും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസർ 4 കാര്യങ്ങളാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ഹിസ്റ്ററി, രണ്ടാമത്തേത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു പേജിന്റെ ക്യാഷ്, മൂന്നാമത്തേത് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന കുക്കീസ്, പിന്നെ നാലാമത്തേത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോമുകളിലുള്ള ഡാറ്റ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഏതൊരു ബ്രൗസറും നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇൻകോഗ്നിറ്റോ മോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 4 കാര്യങ്ങളും നമ്മുടെ ബ്രൗസറിൽ സേവ് ചെയ്ത് വെക്കില്ല. അതിന് പകരം ടെമ്പററി ആയിട്ട് നമ്മൾ എപ്പോഴാണോ ഇൻകോഗ്നിറ്റോ മോഡിലേക്ക് പോകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ ഫോൾഡറിൽ സേവ് ചെയ്തതിനു ശേഷം എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് ആ ഫോൾഡർ മുഴുവനായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡിൽ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ പ്രൈവറ്റ് ആയിട്ട് വെക്കും എന്നുള്ളത് മാത്രമല്ല, അതായത് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിൽ ഏതൊരു ഷോപ്പിംഗ് വെബ്സൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി അൺബയസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. അതായത് നിങ്ങൾക്കറിയാലോ, മിക്ക ഷോപ്പിംഗ് വെബ്സൈറ്റുകളും ഇപ്പം നിങ്ങൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സമയം തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ആഡ് വേറെ ഏതെങ്കിലും പേജിൽ പോപ്പപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇൻകോഗ്നിറ്റോ മോഡ് വഴിയാണ് നിങ്ങൾ ഈ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പഴയ ഡാറ്റ ഒന്നും ട്രാക്ക് ചെയ്യാതെ നിങ്ങൾക്ക് അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് റിസൾട്ട് ആയിരിക്കും ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ പലപ്പോഴും ഇൻകോഗ്നിറ്റോ മോഡിൽ പോകുന്ന സമയത്ത് ഇങ്ങനൊരു സ്ക്രീനിൽ താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ബ്രൗസറിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ബ്രൗസറിൽ സേവ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോ അതോ നിങ്ങളുടെ കമ്പനിക്കോ ഈ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് സേഫ് ആണോ? അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു സേഫ്റ്റി വേണം ബ്രൗസ് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് മാത്രം നിങ്ങൾ വെച്ചാൽ പോരാ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങളൊരു VPN കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിലാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ മാത്രമേ ഡിലീറ്റ് ആവുന്നുള്ളൂ. കാരണം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ റിസൾട്ട് തരുന്നത് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഈ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ അടുത്ത് പോയ ശേഷം മാത്രമേ ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സകല കാര്യങ്ങളും അവരുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലോക്കലി മാത്രമേ ഈ ഡാറ്റ എല്ലാം സേവ് ചെയ്യാതിരിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നിന്നും ഈ ഒരു സെർച്ച് ഹിസ്റ്ററി മുഴുവൻ തന്നെ എടുക്കാൻ സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു ആഡൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷനുകൾ, കൂടാതെ നമ്മുടെ ഈ ഒരു സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ് സേഫ് ആണോ എന്നെല്ലാം കാണിക്കുന്ന എക്സ്റ്റൻഷനുകളെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു എക്സ്റ്റൻഷൻ എല്ലാം നമ്മുടെ ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറഞ്ഞ മോഡിനെ ശരിക്കും യൂസ്ലെസ് ആണ് ആക്കുന്നത്. കാരണം ഈ എക്സ്റ്റൻഷനെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ബ്രൗസർ ഈ ഒരു കാര്യം സേവ് ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു എക്സ്റ്റൻഷൻ എല്ലാം അവരുടെ സെപ്പറേറ്റ് ഫോൾഡറിൽ ഈ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില റിക്കവറി ടൂൾസും കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സകല ഡാറ്റയും അതിനെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, നമ്മുടെ ഇൻകോഗ്നിറ്റോ മോഡിലുള്ള ഡാറ്റ എല്ലാം ഡിലീറ്റ് ആയി പോകുന്നത് ആ ഒരു ബ്രൗസർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബ്രൗസർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡാറ്റ അവിടെ ഇരിക്കും. കൂടാതെ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം പറ്റി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓഫായി പോയെങ്കിൽ ഈ ഡാറ്റ ഒന്നും ഡിലീറ്റ് ആവാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വല്ല വൈറസോ മാൽവെയറോ സ്പൈവെയറോ എന്തെങ്കിലും അഫക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡിൽ ബ്രൗസ് ചെയ്താൽ പോലും സകല ഡാറ്റയും ഈ സ്പൈവെയറിനെല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്നത് 100% പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മോഡല്ല. എന്നാൽ പോലും നമ്മൾ നോർമലി ബ്രൗസ് ചെയ്യുന്ന ആ ഒരു മോഡിനെക്കാട്ടും എന്ത് രീതിയിലും നല്ല സേഫ് ആണ് നമ്മുടെ ഇൻകോഗ്നിറ്റോ മോഡ്. ഇനി ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതായത് ഇൻകോഗ്നിറ്റോ മോഡ് ഏത് ബ്രൗസറാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഏത് കമ്പനിയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകോഗ്നിറ്റോ മോഡ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ പേര് ഇൻകോഗ്നിറ്റോ മോഡ് എന്നായിരുന്നില്ല, പ്രൈവറ്റ് ബ്രൗസിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ macOS X Tiger എന്ന് പറഞ്ഞ വേർഷനിലാണ് ആദ്യമായിട്ട് ഇൻകോഗ്നിറ്റോ മോഡ് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.